യു പ്രതിഭ എംഎൽഎയുടെ മകൻ കഞ്ചാവ് കേസിൽ പ്രതി പട്ടികയിലുണ്ട്. കനിവിനെ 9ാം പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. എഫ്ഐആറിന്റെ പകർപ്പ് പുറത്തു വന്നിരിക്കുന്നു. ശരത് എസ് വിവരങ്ങളുമായി. ശരത്, ഇന്നലെ പ്രതിഭ എംഎൽഎ വാർത്ത നിഷേധിച്ചിരുന്നു. പക്ഷേ കേസിൽ 9ാം പ്രതിയാണ് എന്നുള്ള വിവരങ്ങളാണല്ലോ ഇപ്പോൾ ലഭ്യമാകുന്നത്. എന്താണ് ഈ എഫ്ഐആറിൽ പറയുന്നത്? സ്മൃതി, അതായത് മകനെതിരെ കേസില്ലെന്ന യു പ്രതിഭ എംഎൽഎയുടെ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്ന എഫ്ഐആർ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എഫ്ഐആറിൽ പറയുന്നത് ഈ മകൻ കനിവ് കേസിൽ 9ാം പ്രതിയാണ് എന്നുള്ളതാണ്. മകനെതിരെ 9ാം പ്രതിയാക്കിയിട്ടാണ് ഈ കേസെടുത്തിരിക്കുന്നത്. ഒപ്പം മകനും സംഘവും ഇത്തരത്തിൽ എംഎൽഎയുടെ മകൻ കനിവും സംഘവും ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നും ഒപ്പം ഇവിടെ ലഹരി കൈവശം വെച്ചിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ എഫ്ഐആറിൽ പറയുന്നത്. ഒപ്പം സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്തത് 3 ഗ്രാം കഞ്ചാവാണ്. ഒപ്പം കഞ്ചാവ് കലർന്ന പുകയില മിശ്രിതവും അതേപോലെ തന്നെ പള്ളഭാഗത്ത് ദ്വാരമുള്ള പ്ലാസ്റ്റിക് കുപ്പിയും പച്ച പപ്പായ തണ്ട് എന്നിവ ഈ സംഘത്തിൽ നിന്ന് പിടികൂടിയിട്ടുണ്ടെന്നും ഈ എഫ്ഐആറിൽ പറയുന്നുണ്ട്. അതായത് എംഎൽഎ ഇന്നലെ വിശദീകരിച്ചിരുന്നത് തന്നെ ഇരയാക്കുന്നതിന്റെ ഭാഗമായാണ് മകനെതിരെ വാർത്ത കൊടുത്തത് എന്നുള്ളതായിരുന്നു എംഎൽഎ ഇന്നലെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല മകനെതിരെ കേസില്ല, മകൻ കഞ്ചാവ് ഉപയോഗിച്ചില്ല എന്നുൾപ്പെടെയായിരുന്നു എംഎൽഎ ഇന്നലെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വാദം തെറ്റാണെന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും എക്സൈസിന്റെ എഫ്ഐആർ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. മകൻ കനിവിനെതിരെ കേസുണ്ട്, മകൻ 9ാം പ്രതിയാണ് കേസിൽ എന്നുള്ളതാണ് എഫ്ഐആറിൽ നിന്ന് വ്യക്തമാകുന്നത്. മാത്രമല്ല ഈ സംഘത്തിൽ നിന്ന് ലഹരി പിടികൂടിയിട്ടുണ്ടെന്നും അതായത് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി ഉപയോഗിക്കാൻ വേണ്ടി ഇവരെ എത്തിച്ചിരുന്നു എന്നുള്ള കാര്യവും ഈ എഫ്ഐആറിൽ കൃത്യമായി പറയുന്നുണ്ട്. ആ രീതിയിൽ എംഎൽഎ നേരത്തെ പറഞ്ഞിരുന്ന വിശദീകരണം തെറ്റാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നത് തന്നെയാണ് എന്തായാലും ഇപ്പോൾ ഈ എഫ്ഐആർ റിപ്പോർട്ട്. എക്സൈസിന്റെ എഫ്ഐആർ റിപ്പോർട്ടാണ്. ഇത് വൈകാതെ തന്നെ കോടതിയിലേക്ക് സമർപ്പിക്കുമെന്നുള്ളതാണ് എക്സൈസ് വിഭാഗവും അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ തന്നെ കേസെടുത്തതാണ്. എംഎൽഎ തന്നെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത് മകനെ സംശയത്തിന്റെ പേരിൽ മാത്രമാണ് എക്സൈസ് പിടികൂടിയത്. മകനിൽ നിന്നോ ഈ സംഘത്തിൽ നിന്നോ ലഹരിയൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല, കേസില്ല തുടങ്ങിയ കാര്യങ്ങളായിരുന്നു യു പ്രതിഭ എംഎൽഎ ഇന്നലെ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും എംഎൽഎയുടെ വാദം തെറ്റാണെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു. ഈ കേസിൽ മകൻ പ്രതിയാണ്, മകൻ കനിവിനെതിരെ ഇപ്പോൾ എന്തായാലും കേസ് എടുത്തിട്ടുണ്ട്. അത് വ്യക്തമാക്കുന്നതാണ് എഫ്ഐആർ റിപ്പോർട്ട്. ശരി, ശരത്താണ് വിവരങ്ങൾ നൽകിയത്.